മുജാഹിദ് ജമാഅത്ത് പോലത്തെ സംഘടനകളോട് നമുക്ക് ആശയപരമായിട്ട് എതിർപ്പുണ്ട്. അങ്ങനെയുള്ളൂ. അത് ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുമാണ്. അത് ഒരു മഹാനായ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആശയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാവും. ആ ആശയം തിരുത്തപ്പെടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതോടുകൂടി അതിനോടുള്ള ഹൃദയത്തിലുള്ള വെറുപ്പ് നമുക്ക് ഉണ്ടാവണം എന്നാണ്. ആ ഹൃദയത്തിൽ അതിനോട് വെറുപ്പുണ്ടാവണം. പക്ഷേ ലാലിദാത്തിഹിംന, അവരെന്നുള്ള നിലക്കുള്ള വെറുപ്പല്ല, ഈ ആശയക്കാരായി എന്നുള്ള നിലക്കുള്ള വെറുപ്പാണ് ഉണ്ടാവേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആശയത്തിനോട് എതിർപ്പുണ്ട്. ഞാൻ എപ്പോഴും മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ എല്ലാ ആശയങ്ങളെയും എതിർക്കുന്ന ആൾ മാത്രമല്ല, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒരുപാട് ശേഖരിച്ച് വെച്ച ആളാണ് ഞാൻ. എനിക്ക് ധൈര്യത്തോടു കൂടിയല്ലേ എതിർക്കാൻ കഴിയും ഏത് ആശയങ്ങളുണ്ടെങ്കിലും. അപ്പോൾ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദകൾ അത് വളരെ സലക്ഷ്യം അത് സ്ഥിരപ്പെടുത്താനൊക്കെ എനിക്ക് കഴിയുകയും. ഞാൻ ഏതൊരു മുജാഹിദ് മൗലവിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ മൂപ്പരെടുത്ത് 1000 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കാക്കാൻ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് ഞാൻ മുശ്രിക്കാക്കും. മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ 1000 ലക്ഷ്യങ്ങളെ കൊണ്ട് അള്ളാഹ് ഉണ്ട് എന്നുള്ളത് ഇസ്ബാത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നമ്മളെ സുന്നികളാവുന്ന നമ്മളെ മുശ്രിക്കുകളാണെന്ന് സ്ഥിരപ്പെടുത്താൻ 1000 ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് മൂപ്പര് പറയണത്. അപ്പോൾ അങ്ങനെ നമ്മളെടുത്ത് ആരെയും മുശ്രിക്കാക്കണേ അല്ലെങ്കിൽ കാഫിറാക്കണമെന്നും പണി നമ്മളെടുത്തില്ല. നമ്മൾ ആശയങ്ങളിൽ ഏതെങ്കിലും നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളെ ആരെതിർത്താലും അത് എവിടെ വെച്ചും എപ്പോഴും നമ്മൾ എതിർക്കും. ആ ആശയങ്ങളെ വളരെ സലക്ഷ്യം നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ബന്ധമുള്ള ഒരാളെന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ യാത്ര ഭയങ്കര ബമ്പാടും, അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളൊക്കെ ഞാൻ അർപ്പിക്കണം. അത് വളരെ സുരക്ഷമായ നിലക്ക് വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ അത് വലിയൊരു സംഭവമാക്കിയിരിക്കണേ. തങ്ങൾക്ക് അതൊരു മുജാഹിദീങ്ങൾ നമ്മളോട് ഒരു മുജാഹിദീങ്ങളുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ടൊക്കെ നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ അവരുമായുള്ളതായ മുവാലാത്ത് അതില്ല എന്നാണ്. അല്ലാതെ നമ്മളൊരു മുജാഹിദ് നമ്മളടുത്ത് താമസിക്കുന്നുണ്ട്, അവനോട് ചിരിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവനെ കണ്ടാൽ എന്തെങ്കിലും സംസാരിക്കാൻ അതൊന്നും സുന്നികളെ ആ തെർക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അത് തിരുത്തുകയും വേണം. അതാണ് ഈ അവസരത്തിൽ പറയാറുള്ളത്. അപ്പം ഞാനിപ്പോൾ